എടി നിതമോളെ, 2 ബാത്റൂമിലും നമ്മുടെ മക്കൾ കയറിയിട്ട് 2 മണിക്കൂറായി. ഒന്ന് ഇറങ്ങാൻ പറയടി. ബിരേഷേട്ടാ, ഞാൻ ചെടി നനയ്ക്കല്ലേ, ചേട്ടന്റെ മക്കളോട് പറഞ്ഞൂടെ? എന്റെ പൊന്നു മക്കളെ, ഒന്ന് ഇറങ്ങടി. അച്ഛനും മുട്ടിയിട്ട് വയ്യടി. എന്റെ മോളെ, എന്തിനാ ബേഗ് ഇങ്ങനെ വലിച്ചെറിയണേ? അമ്മ ചോറ് നിന്ന് വായോണ്ട് ഞാൻ പറയും. അമ്മയുടെ കുഞ്ഞുമോൾക്ക് എന്താ പറ്റിയത്? അമ്മ, എല്ലാ പ്രാവശ്യവും ഞാനല്ലേ ഫസ്റ്റ് ആവാറ്. ഇപ്രാവശ്യം ആനകയെ ഫസ്റ്റ് ആയ. അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ മോളെ ഫസ്റ്റ് ആവണമെന്ന്? അമ്മ എന്തായിരുന്നിട്ട് ഈ പറയണേ? എന്റെ പേപ്പർ നോക്കി കോപ്പി അടിച്ചിട്ട് അവൾക്ക് ക്ലാസ് ഫസ്റ്റ് കിട്ടിയത്. അമ്മയുടെ മോള് വിഷമിക്കണ്ട കേട്ടോ. എന്റെ മോളെ ജയവും തോൽവിയും ഒക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. മോളെ പോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മേ, അവൾ പഠിച്ചു ജയിച്ചതാണെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്റെ കോപ്പി അടിച്ചിട്ട് അവൾക്ക് ഫസ്റ്റ് കിട്ടിയത്. ഒരു അക്ഷര തെറ്റിന് ഞാൻ സെക്കൻഡും ആയി. എന്റെ മക്കളായതുകൊണ്ട് പറയല്ല, ബാത്റൂമിൽ കയറിയ 2 മണിക്കൂറാ. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഈ ബാഗ് ഞാൻ വലിച്ചെറിഞ്ഞു. എന്തായാലും ഇത് കഴുകി വെയിലത്ത് വെക്കാം. എന്റെ അച്ഛ, എന്ത് പരിപാടി കാണിക്കണേ? ഇവിടൊക്കെ എന്തിനാ മൂത്രമൊഴിക്കണേ? നാട്ടടിക്കില്ലേ? അച്ഛൻ ഇവിടെ ആകെ പൊത്താൻ മോളെ, പാമ്പുണ്ടോന്ന് നോക്കിയതാ. അച്ഛന് നാണമില്ലേ നായകൾ മൂത്രമൊഴിക്കണ പോലെ ഇവിടെ മൂത്രമൊഴിക്കാൻ? അച്ഛൻ്റെ 5ാം ക്ലാസ്സിലെ കുട്ടിയാണെന്നാ. എന്റെ മോളെ, നിന്റെ ചേച്ചിയും അനിയനും ബാത്റൂമിൽ കയറിയിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ? ബാത്റൂമിൽ പോയാൽ അവിടെ കിടന്നുറങ്ങൊന്നും ഇല്ല എന്റെ അച്ഛ. ഇത്തിരിക്ക് കൺട്രോൾ വേണം. അല്ല, എന്റെ കുഞ്ഞിപ്പെണ്ണിന് എന്താ ഒരു വിഷമം? അല്ല, നിന്റെ നോക്കി എഴുതിയിട്ട് അവൾക്ക് ഫസ്റ്റ് കിട്ടിയ? അച്ഛാ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ എനിക്ക് ഫസ്റ്റ് കിട്ടാറ്. സെക്കൻഡ് കിട്ടി എന്നെ ക്ലാസ്സിൽ ആരും ഓർക്കില്ല അച്ഛാ. ആര് പറഞ്ഞു മോളെ? ഫസ്റ്റ് കിട്ടിയ കുട്ടി നിന്നെ എന്നും ഓർക്കും. അവൾക്കറിയാം നീ അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായും വിന്നാകുമെന്ന്. അല്ല, എന്റെ ഭാര്യ അവരിറങ്ങിയോ? ഒന്ന് കാത്തിരിക്കട്ടെ ഭർത്താവേ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന്. കാത്തിരുന്ന് കാത്തിരുന്ന് ബെർമോഡയിൽ മുള്ളാതിരുന്നാ മതിയായിരുന്നു. ഇതെന്താ അച്ഛ ഒരു മൂത്രത്തിന്റെ മണം? അയ്യേ അമ്മേ, ഈ അച്ഛൻ നാട്ടിച്ചേ.